CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് കൈൻഡ്നസ്. നമസ്കാരം. CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വേദി കീഴടക്കി കുച്ചിപ്പുടി മത്സരങ്ങൾ. മികച്ച പ്രകടനമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിനൊടുവിൽ പാലക്കാട് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയ വിനോദ് ഒന്നാം സ്ഥാനം നേടി. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വട്ടപ്പാട്ടു മത്സരം കാണികൾക്ക് വേറിട്ട അനുഭവമായി. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒന്നാം സ്ഥാനം നേടി. പാണ്ടിമേളവും ബാൻഡും ശ്രദ്ധേയം. പതിനായിരങ്ങളെ ആവേശത്തിമിർപ്പിലാക്കി മണ്ണാർക്കാട് തെങ്കരപൂരം. നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ചിറക്കൽ കാളിദാസനും ഉൾപ്പെടെ 14 ഗജവീരന്മാർ അണിനിരന്നു. സംഗീത ഉപകരണങ്ങളാൽ വേറിട്ട കാഴ്ചയായി കലോത്സവത്തിലെ പളിയ നൃത്തവേദി. 4 ടീമുകൾ പങ്കെടുത്ത മത്സരത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ പട്ടാമ്പി എടപ്പലം PTM സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. റിപ്പോർട്ടിലേക്ക്. 63ാമത് പാലക്കാട് റവന്യൂ ജില്ലാ കലോത്സവം ശ്രീകൃഷ്ണപുരത്ത് വെച്ചുകൊണ്ട് നടക്കുകയാണ്. ഇവിടെ ഇന്ന് നമ്മുടെ കൂടെ അതിഥികളായി പങ്കെടുത്തിട്ടുള്ള വളരെ വ്യത്യസ്തമായ ഒരു കലാരൂപം, ഒരു നൃത്തം അവതരിപ്പിച്ചിട്ടുള്ള ഒരു ടീമാണ്. പളിയ നൃത്തം എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട പരമ്പരാഗത കലയാണ് ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ പളിയ നൃത്തത്തിൽ ഒന്നാം സ്ഥാനം നേടിയ PTYHS പട്ടാമ്പിയിലെ എടപ്പലം സ്കൂളിലെ വിദ്യാർത്ഥികളാണ് നമ്മുടെ കൂടെ ഉള്ളത്. നമുക്കത് അവരോട് തന്നെ ഇതിന്റെ വിശേഷങ്ങൾ ചോദിക്കാം. ഇത് സാധാരണ നമ്മുടെ കലയിൽ നിന്ന് വ്യത്യസ്തമായി ഇടുക്കി ജില്ലയിലെ കുമളിയിൽ താമസിക്കുന്ന പളിയ വിഭാഗം ആളുകളുടെ ഒരു കലാരൂപമാണ്. ആ കലാരൂപത്തിന്റെ ട്രെയിനർ ഉൾപ്പെടെയുള്ള അധ്യാപകരും കുട്ടികളും എല്ലാം ഇവിടെയുണ്ട്. അവർക്കാണ് ഇന്ന് ശ്രീകൃഷ്ണപുരത്ത് നടന്നിട്ടുള്ള ഈ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുള്ളത്. ഇതിന്റെ ട്രെയിനർ കൂടിയായിട്ടുള്ള സൗദർ കൃഷ്ണ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തോട് സംസാരിക്കാം. എന്താണ് ഈ കലാരൂപത്തിന്റെ പ്രത്യേകത? ഇടുക്കി ജില്ലയിലെ കുമളി പ്രദേശത്ത് താമസിക്കുന്ന പളിയ ഗോത്ര വിഭാഗത്തിന്റെ തനത് നൃത്തകലാരൂപമാണ് പളിയ നൃത്തം. ഇത് ആണുങ്ങളും പെണ്ണുങ്ങളും ചേർന്ന് അവതരിപ്പിക്കുന്ന ഒരു ഗോത്ര നൃത്ത കലാരൂപമാണ്. ഉപയോഗിക്കുന്ന പ്രധാന വാദ്യോപകരണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉറുമി, മുളഞ്ചെണ്ട, നഗാര, സെലങ്ക, ജാൾറെ, ഉടുക്ക് എന്നീ ഉപകരണങ്ങളാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പൊ ആ ഒരു കലാരൂപം അവതരിപ്പിച്ചിട്ട് നമ്മുടെ പാലക്കാട് ജില്ലയിലെ ആദ്യത്തെ പളിയ നൃത്തം, പാലക്കാട് ജില്ലയിലെ ചരിത്രത്തിൽ എഴുതപ്പെടേണ്ട വിഷയമാണ്. ആദ്യത്തെ പളിയ നൃത്ത ജേതാക്കളാണ് PTM ഹയർ സെക്കൻഡറി സ്കൂൾ എടപ്പലം. അതിൽ ഒരുപാട് സന്തോഷം അല്ലേ? ഇപ്പൊ സാധാരണ നമ്മള് ഈ പുതിയ കാലത്ത് കുട്ടികള് ഇത്തരം കലാപരിപാടികൾക്കല്ല വരാറുള്ളത്. സാധാരണ ജനകീയ ഐറ്റംസ് ആയിട്ടുള്ള ഒപ്പന അല്ലെങ്കിൽ നാടോടി നൃത്തം ഇതൊന്നും മോശമാണെന്നല്ല നമ്മൾ പറയുന്നത്. പക്ഷെ നിങ്ങൾ ഇതിന് വ്യത്യസ്തമായി നമ്മുടെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ മാറ്റി നിർത്തപ്പെട്ട ഒരു വിഭാഗത്തിന്റെ ഒരു കലയെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. എന്താണ് ഇത്തരത്തിലൊരു കലയിലേക്ക് വരാനും ഇതിങ്ങനെ തിരഞ്ഞെടുക്കാനൊക്കെ ഉള്ള ഒരു തീരുമാനം? കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി, ഒരു പ്രത്യേക വേഷം, പ്രത്യേക ഡാൻസ് അങ്ങനെയൊക്കെ തോന്നിയിട്ട് കയറിയതാണ്. കയറി വന്നപ്പോ വരെ എത്തിയപ്പോ എല്ലാരും അധ്യാപകന്റെ സാറിന്റെ ഒക്കെ പ്രവർത്തനത്തിലൂടെ ഞങ്ങൾ ഫസ്റ്റ് നേടിയത്. അപ്പൊ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ് ഒന്നാം സ്ഥാനം നേടിയതല്ലേ? ഇനിയിപ്പോ സംസ്ഥാന കലോത്സവത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണ്. എല്ലാവരും ഹാപ്പിയാണ്. ഇപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അധ്യാപകരുണ്ട്, സ്കൂളിലെ അധ്യാപകർക്ക് എന്താ പറയാനുള്ളത് നോക്കാം. ഇത് ഒരു ചരിത്രപരമായ നിമിഷമാണ്. ഈ വർഷമാണ് ആദ്യമായിട്ട് ഗോത്രകലകൾ ഉൾപ്പെടുത്തിയത്. അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു തീരുമാനം എടുത്തിരുന്നു. 5 ഗോത്രകലകളിൽ ഒരു സ്കൂളിന് പരമാവധി 3 എണ്ണത്തിൽ പങ്കെടുക്കാം. അതിൽ 3 എണ്ണത്തിൽ നമ്മൾ പങ്കെടുത്തു. 3 എണ്ണത്തിലും സബ് ജില്ലയിലും ഒന്നാം സ്ഥാനം ലഭിച്ചു. ജില്ലയിലും മികച്ച പ്രകടനം ഞങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ സന്തോഷത്തിലാണ്. ഇതൊരു കൂട്ടായ്മയുടെ വിജയമാണ്. എല്ലാവരും ഒത്തൊരുമിച്ച് നിന്നുകൊണ്ട് മാത്രമാണ് ഈ വിജയം ഉണ്ടായത്. അധ്യാപകര്, വിദ്യാർത്ഥികൾ, ട്രെയിനർ, മാനേജ്മെന്റ്, PTA എല്ലാവരും സന്തോഷത്തിലാണ്. ഇതിപ്പോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തവണ സംസ്ഥാന സർക്കാർ ഈ കലോത്സവത്തിനകത്തേക്ക് പരമ്പരാഗതമായ ഗോത്ര വിഭാഗങ്ങളുടെ ശൈലിയെ കൊണ്ടുവരിക, ചരിത്രത്തിലേക്ക് പുതിയ തലമുറയെ കൊണ്ടുവരിക എന്നൊരു തീരുമാനം കൂടിയാണ്. ആ തീരുമാനത്തിന്റെ കൂടെ ഒരുപക്ഷെ ഇതിന് അത്ര ജനകീയമായ അംഗീകാരം ഒരുപക്ഷെ കിട്ടിയെന്ന് വരില്ല. ഒരുപക്ഷെ ഇതിന്റെ പരിപാടി നടക്കുന്ന വേദിയിൽ ഒപ്പന നടക്കുന്നത് പോലെ നമ്മൾ ഒപ്പനയോ മറ്റു കലാരൂപങ്ങളോ മോശമായി കളയില്ല, അതുപോലെ വലിയൊരു സദസ് ഉണ്ടായിരിക്കില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ ചരിത്രത്തെ പുതിയ തലമുറയെ പരിചയപ്പെടുത്തുക, അന്യം നിന്ന് പോകുന്ന കലയെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ തയ്യാറായിട്ടുള്ള PTYHSന്റെ പട്ടാമ്പി എടപ്പലം സ്കൂളിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുകയാണ്. അവരോടുള്ള സ്നേഹവും ഈ ചരിത്രത്തോടുള്ള അവരുടെ ഇതിന്റെ ട്രെയിനർമാർ, അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, അതുപോലെ തന്നെ അധ്യാപകർ എല്ലാവരോടുള്ള CCNന്റെ അഭിനന്ദനം കൂടി അറിയിക്കുകയാണ്.
ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വട്ടപ്പാട്ട് മത്സരം കാണികൾക്ക് വേറിട്ട അനുഭവമായി. കോട്ടോപ്പാടം കല്ലടി അബ്ദു ഹാജി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. മണക്കും പൂതൂക്കത്തിൻ ചിതമോടെയാണിതല്ലോ പുതുമാരക്കാരം പുതിടുവാൻ പുതുപന്തലാകം കൊള്ളേ വിളങ്ങിടുവാൻ. മുസ്ലിം കല്യാണ വീടുകളിൽ സ്ഥിര സാന്നിധ്യമായിരുന്ന വട്ടപ്പാട്ട് ഇന്ന് കലോത്സവ വേദികളിൽ മാത്രമായി ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. ഒപ്പനയ്ക്ക് സമാനമായ മാപ്പിള കലാരൂപമാണ് വട്ടപ്പാട്ട്. ഒപ്പനയിൽ പെണ്ണുങ്ങൾ എന്ന പോലെ വട്ടപ്പാട്ട് ആണുങ്ങളാണ് അവതരിപ്പിക്കുന്നത്. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം വട്ടപ്പാട്ടു മത്സരത്തിൽ മിന്നും പ്രകടനമാണ് കോട്ടോപ്പാടം KHHSലെ വിദ്യാർത്ഥികൾ കാഴ്ചവെച്ചത്. സഭയോരിൽ മണവാളൻ പിടച്ചൂടും വേളയിൽ സഹജർ മധുരാഗത്തിൽ തുതി പാടും താളമിൽ മംഗളം ദേശത്തിൻമംഗളം മംഗളം മംഗളം ഒന്നാം സ്ഥാനം നേടാനായതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മത്സരാർത്ഥികൾ പറഞ്ഞു. അപ്പോൾ 1ാം സ്ഥാനം കിട്ടിക്കണം, നല്ല സന്തോഷം. എല്ലാവരും നല്ല എഫേർട്ട് ഇട്ടുക്കണം. അപ്പോൾ അതിൻ്റെ റിസൾട്ട് കിട്ടി. ഞങ്ങളെല്ലാവരും പ്രതീക്ഷിക്കുന്ന റിസൾട്ട് തന്നെയാണ്. എല്ലാവർക്കും വളരെ സന്തോഷം. എങ്ങനെയാണ് നിങ്ങളുടെ പരിശീലനമൊക്കെ? പരിശീലനം പറയുമ്പോൾ എല്ലാവർക്കും ഒരു മൈൻഡാണ്. അതാണ് വിജയത്തിൻ്റെ കാരണം. എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നു. ഷംസു എടരിക്കോട്, അനസ്, ഷബീർ അലി, ഹാഫിസ് തുടങ്ങിയവരാണ് പരിശീലകർ. ഈ ഒരു ഏരിയയിൽ വന്ന് നല്ലൊരു വിജയം കൈവരിക്കാൻ കഴിഞ്ഞതിന് വളരെയധികം സന്തോഷം. അതുപോലെ തന്നെ എൻ്റെ ടീംമേറ്റ്സ്, അതുപോലെ തന്നെ എൻ്റെ സഹപരിശീലകർ ഷബീർ, ഫായിസ്, അതുപോലെ തന്നെ ഒരുപാട്. ഇതാണ് എൻ്റെ ഗുരുവായ ഷംസദ് എടരിക്കോട്. ഇദ്ദേഹത്തിൻ്റെ, ഞാനൊക്കെ വെറും ഒരു നാമമായി, ഇദ്ദേഹത്തിൻ്റെ പാട്ട്, ആ രചന, ആ ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രമാണ് നമ്മളിന്നിവിടെ കഴിച്ചിരിക്കുന്നത്. കാരണം ആ ക്വാളിറ്റി, മൂസാ നബിയുടെ ചരിത്രം എത്ര മനോഹരമായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. മൂസാ നബിയുടെ ജീവിത ചരിത്രം നമ്മൾ 1 മാസം 2 മാസം കഷ്ടപ്പെട്ടിരുന്ന് എഴുതിയ പാട്ടാണിത്. സംസ്ഥാന തലത്തിലേക്ക് വിദ്യാർത്ഥികൾ എത്തിയതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് അധ്യാപകരും പറഞ്ഞു. എല്ലാവരും വലിയ സന്തോഷത്തിലാണ്. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ നിന്ന് സ്ഥിരമായിട്ട് 1ാം സ്ഥാനം നേടുന്ന ആ ഒരു കുത്തക നമ്മൾ തകർത്തുകൊണ്ടാണ് ഇത്തവണ തിരുവനന്തപുരത്തേക്ക് സംസ്ഥാന തലത്തിലേക്ക് മത്സരിക്കാൻ ഒരു ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. കോട്ടോപ്പാടം സ്കൂളിൽ നിന്നുള്ള, ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള മികച്ച ഗായകരും നല്ല പരിശീലകരും എല്ലാവരും ഒരുമിച്ചപ്പോൾ സ്കൂളിൽ നിന്നുള്ള നല്ല സപ്പോർട്ടും കിട്ടിയപ്പോഴാണ് ഇത് വലിയൊരു വിജയമായി മാറിയത്. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ വിദ്യാർത്ഥികൾ മാസങ്ങളായി പരിശീലനം നടത്തി ലഭിച്ച വിജയമാണിത്. കുട്ടികളുടെ ആത്മവിശ്വാസവും അവരുടെ കഠിനാധ്വാനവും തന്നെയാണ് ഈ വിജയത്തിൻ്റെ പുറകിലുള്ളത്. ഏതായാലും വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. സംസ്ഥാന തലത്തിലും ഈ വിദ്യാർത്ഥികൾ മികച്ച വിജയം തന്നെ കൈവരിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. CCN പെരിന്തൽമണ്ണ. പാലക്കാട് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം നാടൻപാട്ട് മത്സരത്തിൽ വട്ടേനാട് സ്കൂളിന് 1ാം സ്ഥാനം. വിജയത്തിൽ സന്തോഷം പങ്കുവച്ച് മത്സരാർത്ഥികൾ. Thank you.
വർഷങ്ങൾക്ക് മുൻപേ ആരംഭിച്ച വട്ടേനാട് സ്കൂളിലെ തിത്തേരി നാടൻപാട്ട് സംഘത്തിലേക്ക് കണ്ണി ചേർക്കപ്പെട്ട പുതിയ കുട്ടികളാണ് കഴിഞ്ഞ ദിവസം ജില്ലാ കലോത്സവത്തിൽ നാടൻപാട്ടിന് 1ാം സ്ഥാനം നേടിയത്. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന 63ാമത് റവന്യൂ ജില്ലാ കലോത്സവത്തിന്റെ അവസാന ലാപ്പിലോട്ട് കടക്കുകയാണ്. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ നമുക്ക് മുന്നിലുള്ളൂ. എന്തായാലും ഈ ഒരു രാത്രിയും അങ്ങനെ വെറുതെ തീർന്നു പോകുന്നില്ല. ഇപ്പൊ നമ്മുടെ ഒപ്പമുള്ളത് നാടൻ പാട്ടിന് HS വിഭാഗത്തിൽ 1ാം സ്ഥാനം കിട്ടിയ വിദ്യാർത്ഥികളാണ്. അത് നിങ്ങളുടെ പേരെന്ന് പറയാമോ? അനുരാഗ്, വർഷ, ആർദ്ര, ലാൽകൃഷ്ണ, നിവേദ്, സൗരവ്. ഏത് സ്കൂൾ ഏതായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു? ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മത്സരം? ഒറ്റയ്ക്കുള്ള കോമ്പറ്റീഷൻ ആയിരുന്നു. ഓക്കെ, എങ്ങനെ ഉണ്ടായി മത്സരം? എങ്ങനെയായിരുന്നു? തകർത്തോ? പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു? ഇതിപ്പോ ഒരു മത്സരമായിട്ട് കണക്ക് കൂടിയില്ല. നമുക്ക് അവതരിക്കാൻ പറ്റുന്ന വേദി അതേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അപ്പൊ പിന്നെ ബാക്കിയൊക്കെ ജഡ്ജസിന്റെ നിർണയം. ഓക്കെ, എത്ര ഇപ്പൊ അറിയാം, നമുക്കൊരു ഉപജില്ലാ മത്സരം കഴിഞ്ഞ് അതിന്റെ ഒരു ക്ഷീണത്തിൽ അധികം നേരം നിൽക്കാണ്ടാണ് നിങ്ങൾ ഇങ്ങോട്ട് തന്നെ പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു കാലയളവ് ഏറിക്കഴിഞ്ഞാൽ ആ ഒരു കാലയളവിൽ നിങ്ങളുടെ ഒരു പ്രാക്ടീസും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു? ക്ലാസ് കട്ട് ചെയ്തിട്ടൊക്കെ ആയിരുന്നു ആ ഒരു മത്സരത്തിലേക്കുള്ള ഒരു എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തായാലും നിങ്ങൾ അധ്യാപകര് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവും. മാഷ് നമസ്കാരം. മാഷ് എന്തായാലും ഒരു ഇരട്ടി സന്തോഷത്തിലാണ് എന്ന് മനസ്സിലായി. എങ്ങനെ ഉണ്ടായിരുന്നു ഇവരുടെ ഒരു മത്സരം? അടിപൊളി. ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും അപ്പുറത്തായിരുന്നു അവരുടെ പ്രകടനം ഉണ്ടായിരുന്നത്. ഞങ്ങൾ ക്ലാസ് കൊടുത്തതിനേക്കാളും അപ്പുറത്ത് അവര് ഗംഭീരമായിട്ട് ചെയ്തു. സന്തോഷത്തിലാണ്. എന്തായാലും മാഷിന് മുമ്പിൽ വലിയൊരു കടമ്പയാണ് ഇനി കടക്കാൻ നിൽക്കുന്നത് സംസ്ഥാന കലോത്സവം എന്ന് പറയുന്നത്. എത്രത്തോളം ഇവരെ പരിശീലിപ്പിക്കാനാണ് മാഷിന് തയ്യാറെടുപ്പുള്ളത്? പരിശീലനം ഒരുവിധം നേടി കഴിഞ്ഞു. ഇനിയിപ്പോ അവരുടെ അത് വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തൊട്ടു കൊടുക്കാൻ വേണ്ടുള്ളൂ. ബാക്കിയൊന്നും ചെയ്യാനില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പൂരപ്പറമ്പുകളിലും സ്കൂളുകളിലും എല്ലാ വർഷവും ബാംബു ഫെസ്റ്റ് പരിപാടികൾ അവതരിപ്പിച്ച് തിത്തേരിയിലെ കുട്ടികൾ സദസ്സിനെ വിസ്മയിപ്പിച്ചിരുന്നു. അവരിൽ പലരും ഇന്ന് പല സംഘങ്ങളിലെ കലാകാരന്മാരാണ്. CCN മണ്ണാർക്കാട്. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന റവന്യൂ ജില്ലാ കലോത്സവത്തിലെ ബാപ്പുജി പാർക്കിലെ വേദിയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലുമില്ലെന്ന് പരാതി. മത്സരം കഴിഞ്ഞ് വേദിക്ക് പിറകിലേക്ക് വരുന്ന മത്സരാർത്ഥികൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ല. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന ജില്ലാ കലോത്സവത്തിന്റെ വേദികളിലൊന്നായ ബാപ്പുജി പാർക്കിലെ വേദിയിൽ മംഗലം കളി കഴിഞ്ഞ് ഇറങ്ങുന്ന വിദ്യാർത്ഥികളാണ് ഇത്തരത്തിൽ ദുരിതമനുഭവിക്കുന്നത്. മത്സരം കഴിഞ്ഞ് വേദിക്ക് പിറകിലേക്ക് ക്ഷീണത്തോടെ വരുമ്പോൾ ഇരിക്കാനോ കിടക്കാനോ മറ്റ് സൗകര്യങ്ങളില്ലാതെയാണ് വിദ്യാർത്ഥികൾ വലയുന്നത്. കുഴഞ്ഞു വീഴുന്ന വിദ്യാർത്ഥികളെ നിലത്തു കിടത്തി പ്രാഥമിക ചികിത്സ നൽകുന്ന കാഴ്ചയാണുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങൾ ചെയ്തു നൽകാൻ ആവശ്യപ്പെട്ടതായി അധ്യാപകർ പറഞ്ഞു. CCN കടമ്പഴിപ്പുറം. അറബിക് മോണോ ആക്ടിൽ ജില്ലാ കലോത്സവത്തിൽ വിജയം നേടി P. സെനിയ. വയനാട് ദുരന്ത പശ്ചാത്തലമാണ് മോണോ ആക്ടിൽ അവതരിപ്പിച്ചത്. കൊപ്പം രായിരനല്ലൂർ AUPSലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ മിടുക്കി. السلام عليكم ورحمة الله وبركاته. أيها المستمعون الكرام والأحبة، أنا تحويل انتباه إلى تمثيلية فردية اسمها الانتقام الطبيعي. أنا شجرة مانجا أقوم في هذه الغابة منذ سنوات. أنا سعيدة، أنا سعيدة. هاي مانجا طازجة، حلو لذيذ. يا ناجية تعالي هاتيني بسرعة. يا ماجدة، يا ماجدة،
Hi, Brown Sorry. അറബിക് മോണോ ആക്ടിൽ ജില്ലാ കലോത്സവത്തിൽ വിജയം നേടിയതിന്റെ സന്തോഷത്തിലാണ് സെനിയ. വയനാട് ദുരന്ത പശ്ചാത്തലമാണ് മോണോ ആക്ടിൽ അവതരിപ്പിച്ചത്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പൂർണ്ണ പിന്തുണയാണ് തന്റെ വിജയത്തിന് പിന്നിലെന്ന് സെനിയ പറഞ്ഞു. എന്റെ പേര് സനിയ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? AUPSലായിരുന്നു. അത് എന്താണ് പറയാൻ, ഞാൻ ഈ മോണാക്ട് ചെയ്തത് വയനാട് ദുരന്തത്തെ കുറിച്ചായിരുന്നു. കാരണം ഇപ്പോൾ നമ്മുടെ മനുഷ്യന്മാരുടെ പ്രവർത്തന കാരണമാണല്ലോ ഇങ്ങനത്തെ ഓരോ നമുക്കിങ്ങനെ നേരിടേണ്ടി വരേണ്ടത്. പിന്നെ ഈ ഫീൽഡിലേക്ക് പോകാൻ എൻ്റെ ഉമ്മച്ചി തന്നെ കേട്ടോ. കാരണം എന്താണ് പറയുക, ചെറുപ്പം മുതലേ എന്നെ ഓരോ മോണാക്ട് കഥ അങ്ങനെ കുറേ സംഭവങ്ങൾ എന്നെ ഉൾപ്പെടുത്തിയിരുന്നു. പിന്നെ എന്നെ ഇതിലേക്ക് എന്നെ സഹായിച്ച എൻ്റെ സ്കൂളിലെ 2 ടീച്ചേഴ്സാണ്, അറബിക് ടീച്ചേഴ്സാണ്, ഷഹീദ ടീച്ചർ, റാഹില ടീച്ചർ. പിന്നെ ഷഹീദ ടീച്ചറിൻ്റെ മകളാണ് ഇതിൽ എനിക്ക് എങ്ങനെയാണ് അഭിനയിക്കേണ്ടത്, അതെങ്ങനെ ചെയ്യേണ്ടത്. അല്ലല്ല, കഴിഞ്ഞ പ്രാവശ്യം കൂടിയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ജില്ലയിൽ A ഗ്രേഡ് ആയിരുന്നു. പിന്നെ സബ് ജില്ലാ തലത്തിൽ ഞാൻ മലയാളം മോണാക്ടിന് ചേർന്നിരുന്നു. അപ്പോൾ അത് 2nd A ഗ്രേഡ് ആയിരുന്നു. CCN കടമ്പഴിപ്പുറം. കലോത്സവം കാണാൻ ബാപ്പുജി പാർക്കിലെ തമ്പോലയിൽ 90 പിന്നിട്ട മുന്നാഴിക്കുന്ന് കറുപ്പേട്ടനും. അരങ്ങു തകർത്തു നടന്ന മത്സരങ്ങൾ ആവേശമായിരുന്നു. പിന്നിട്ട മുന്നാഴിക്കുന്ന് കറുപ്പേട്ടൻ ആദ്യമായാണ് ബാപ്പുജി പാർക്കിലെ തമ്പോലയിലെത്തിയത്. അപ്പോൾ വേദിയിൽ മംഗലം കളി നടക്കുകയായിരുന്നു. നെറ്റിത്തടത്തിൽ വരച്ചിട്ട ചന്ദനക്കുറി, കയ്യിൽ പഴയ ശീലക്കുട എന്നിവയോടെ വേദിക്ക് മുന്നിലെ ആദ്യ പടവിൽ കറുപ്പേട്ടനിരുന്നു. ചെറുതും വലുതുമായ തുടികളുടെ താളത്തിനനുസരിച്ച് ചുവടുവെക്കുന്ന സംഗീത നൃത്തരൂപം കാണുമ്പോൾ കറുപ്പേട്ടന്റെ മുഖം വിടർന്നു. ചുണ്ടുകളിൽ നേർത്ത പുഞ്ചിരി വിരിഞ്ഞു. കൈവിരൽ താളം പിടിച്ചു. ഗോത്രജീവിതത്തിന്റെ തുടിപ്പുകൾ ചേർത്തുവച്ച് സംഘബോധത്തിന്റെ ആരവം ഉയർത്തുന്ന നാട്ടുപാട്ടിന്റെയും മനോഹരമായ തുടിയുടെയും ശബ്ദതാളവേഗങ്ങൾക്കനുസരിച്ച് ചുവടുകളിൽ ദ്രുതചലനങ്ങൾ ചേലോടെ ഇരുകരങ്ങളും വിലങ്ങനെയും കുറുകെയും നീട്ടിയിളക്കി അവർ വേദി കീഴടക്കി. മുന്നാഴിക്കുന്നിലെ പഴയ തലമുറയിലെ കാരണവരാണ് കറുപ്പേട്ടൻ. അമ്പാഴപ്പുള്ളിപ്പാടത്ത് നന്നായി അധ്വാനിച്ചിരുന്ന കർഷക തൊഴിലാളി കൂടിയായിരുന്നു. CCN കടമ്പഴിപ്പുറം. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വേദി കീഴടക്കി കുച്ചിപ്പുടി മത്സരങ്ങൾ. മികച്ച പ്രകടനമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവെച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിനൊടുവിൽ പാലക്കാട് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയ വിനോദ് 1ാം സ്ഥാനം നേടി. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വേദി 4ലാണ് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടി മത്സരം അരങ്ങേറിയത്. വേഷവിധാനം കൊണ്ടും ഭാവാഭിനയം കൊണ്ടും കാണികളിൽ വർണ്ണ രസക്കാഴ്ചയൊരുക്കി കുച്ചിപ്പുടി മത്സരം. വാശിയേറിയ മത്സരമാണ് ഹയർ സെക്കൻഡറി വിഭാഗം കുച്ചിപ്പുടിയിൽ നടന്നത്.
മത്സരത്തിനൊടുവിൽ പാലക്കാട് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ +1 വിദ്യാർത്ഥിനി നിയ വിനോദ് 1ാം സ്ഥാനം കരസ്ഥമാക്കി സംസ്ഥാന തലത്തിലേക്ക് യോഗ്യത നേടി. 462 ഫസ്റ്റ് എ ഗ്രേഡ്. പാലക്കാട് കൂട്ടുപാത സ്വദേശികളായ വിനോദ് രതിക ദമ്പതികളുടെ മകളാണ് നിയ വിനോദ്. സന്തോഷം തന്നെ. പ്രതീക്ഷയില്ല. മാലയൊക്കെ പൊട്ടിണ്ടായിരുന്നു. അപ്പൊ കിട്ടുന്ന വിചാരിച്ചില്ല. പെട്ടെന്നായിരുന്നു സസ്പെൻസ്. ഗുരു പ്രമോദ് സാറായിരുന്നു. സാറിന്റെ പരിശീലനം തന്നെയായിരുന്നു ഇതിന്റെ വിജയം. മോഹിനിയാട്ടം ഫോക്ക് ഉണ്ടായിരുന്നു, എ ഗ്രേഡ്. മൂന്നും പങ്കെടുത്തിട്ടുണ്ട്. സ്റ്റേറ്റിലേക്ക് പോയിട്ടുണ്ട് ഫോക്ക് ഡാൻസ്. എ ഗ്രേഡ് ഉണ്ട് ഫോക്ക് സ്റ്റേറ്റില്. നൃത്ത അധ്യാപകനായ ഡോക്ടർ പുത്തൂർ പ്രമോദ് ദാസാണ് പരിശീലകൻ. സംസ്ഥാന തലത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിൽ അതിയായ സന്തോഷമുണ്ടെന്ന് മാതാപിതാക്കൾ പറഞ്ഞു. നമുക്കൊന്നും പറയാനില്ല. വളരെ വളരെ സന്തോഷം. കഴിഞ്ഞ വർഷം ഫോക്ക് ഡാൻസിന് സ്റ്റേറ്റ് പോയിട്ടുണ്ട്. ഇനി ഈ വർഷം മോഹിനിയാട്ടത്തിന് എ ഗ്രേഡ് കിട്ടി. സന്തോഷം, വളരെ സന്തോഷം. ഞങ്ങൾ 11 വർഷമായിട്ട് പഠിപ്പിക്കുന്ന പ്രമോദ് മാഷോടാണ് ആദ്യമായിട്ട് താങ്ക്സ് പറയുന്നത്. പഠിപ്പിച്ച അധ്യാപകർക്കും അതുപോലെ തന്നെ സ്കൂൾ അധ്യാപകർക്കും രക്ഷിതാക്കളുടെ എൻ്റെയും ഭാര്യയുടെയും അവരുടെ ചേച്ചിയുടെ എല്ലാവരുള്ള കഠിന പ്രയത്നം, പിന്നെ ഇത് സംഘടിപ്പിച്ച സംഘാടകരുടെ ജഡ്ജസിൻ്റെ വലിയ കഴിവിൽ. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ ക്ലാസ്സിലുള്ള വിദ്യാർത്ഥി തന്നെയാണ്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ആളുടെ ഹാർഡ് വർക്കിന് കിട്ടിയ റിസൾട്ട് തന്നെയാണ്. വളരെയധികം സന്തോഷം. CCN പെരിന്തൽമണ്ണ. CPIM മണ്ണാർക്കാട് ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കർഷക സംഘം കരിമ്പ പഞ്ചായത്ത് കമ്മിറ്റി കാർഷിക സെമിനാർ നടത്തി. കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി ലോല നിയമവും കർഷകരുടെ ആശങ്കകളും വസ്തുതകളും എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച കാർഷിക സെമിനാർ കർഷക സംഘം സംസ്ഥാന വൈസ് പ്രസിഡന്റ് CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുള്ള നിർദ്ദേശങ്ങൾ കേവലമായി സംസ്ഥാന ഗവൺമെന്റിന്റെ ഒരു അഭിപ്രായം മാത്രമായിരുന്നില്ല. ഇവിടെ നമ്മുടെ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ഇത് നേരിട്ട് ബാധിക്കുന്ന പ്രദേശങ്ങളിൽ ആ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ നേരിട്ട് പോയി പരിശോധിച്ച് സമർപ്പിച്ച റിപ്പോർട്ടാണ്. അത് ഡ്രോൺ ഉപയോഗിച്ചുള്ള സർവേ, അല്ലാതെ നേരിട്ടുള്ള സർവേ, ഇങ്ങനെ വിവിധ സർവേകൾ നടത്തിയ റിപ്പോർട്ടുകളോടുകൂടിയാണ് സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിൽ വലിയ ഭേദഗതികളൊന്നും വന്നു കാണുന്നില്ല. ഇപ്പോൾ കൊടുത്ത നിർദ്ദേശമനുസരിച്ച് ഏതാണ്ട് 9000-ഓളം ചതുരശ്ര കിലോമീറ്റർ ഈ പരിസ്ഥിതി ലോല പ്രദേശമായി വരും എന്നാണ്. ഇത് മാത്രമല്ല, ഇതിനിടയിൽ ഒരു പുതിയ പ്രശ്നം ഉയർന്നു വന്നല്ലോ, ബഫർ സോൺ പ്രശ്നം. രാജ്യത്തിന്റെ പല ജനകീയ വിഷയങ്ങളിലും കോർപ്പറേറ്റുകളുടെ താൽപര്യം സംരക്ഷിക്കുന്ന മോദി ഭരണകൂടം കർഷകരോടും അതേ നയമാണ് സ്വീകരിക്കുന്നതെന്നും കാർഷിക മേഖലയുടെ വീണ്ടെടുപ്പിനും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ശരിയായ നിലപാടുകൾക്കുമായി കർഷക പ്രസ്ഥാനത്തോടൊപ്പം ചേർന്നു നിൽക്കണമെന്നും ഉദ്ഘാടകൻ പറഞ്ഞു. അഡ്വക്കേറ്റ് K ശാന്തകുമാരി MLA വിഷയാവതരണം നടത്തി. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് ജോസ് ജോസഫ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം UT രാമകൃഷ്ണൻ, കരിമ്പ പഞ്ചായത്ത് പ്രസിഡന്റ് PS രാമചന്ദ്രൻ, N മണികണ്ഠൻ, KK രാജൻ, SR ഹബീബുള്ള, CP സജി, NK നാരായണൻകുട്ടി, PG വത്സൻ, രമ സുകുമാരൻ, റെനി രാജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. CCN മണ്ണാർക്കാട്. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം മണ്ണാർക്കാട് യുവജന റാലിയും അനുസ്മരണ സമ്മേളനവും നടന്നു. ജില്ലാ കമ്മിറ്റി അംഗം TN ശശി ഉദ്ഘാടനം ചെയ്തു. 6 സഖാക്കളുടെ ജീവനെടുക്കാനുണ്ടായ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ രാജ്യം തീറെഴുതി കൊടുത്തതിനെതിരായിട്ടുള്ള സമരമായിരുന്നു. നമ്മുടെ സമരം ശരിയായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോ ഈ 30ാമത്തെ വർഷം കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം നമ്മൾ ആചരിക്കുമ്പോൾ ആ പരിയാരം മെഡിക്കൽ കോളേജ് സർക്കാർ ഉടമസ്ഥതയിലുള്ള മെഡിക്കൽ കോളേജായി മാറി എന്നതാണ്. രാജ്യത്തെ ഒന്നാകെ തീറെഴുതി കൊടുക്കുന്ന സമീപനമാണ് കോൺഗ്രസ് എന്നുണ്ടായത്. ഇവിടെ 30ാമത്തെ വർഷം ഈ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം നമ്മൾ ഓരോ ബ്ലോക്ക് കേന്ദ്രങ്ങളിലും ആചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും ശക്തമായ ആഗോളവൽക്കരണ നയങ്ങൾക്കെതിരായി വലിയ പോരാട്ടം സംഘടിപ്പിക്കേണ്ട കാലമാണ് ഈ കാലമെന്ന് നാം ഓരോരുത്തരും ഓർക്കേണ്ടത്. അനുസ്മരണ സമ്മേളനം CPM ജില്ലാ കമ്മിറ്റി അംഗം TN ശശി ഉദ്ഘാടനം ചെയ്തു. ശ്രീരാജ് വെള്ളപ്പാടം, ഷാജു മോഹൻ തുടങ്ങിയവർ സംസാരിച്ചു.
CCN മണ്ണാർക്കാട്. പാണ്ടിമേളവും ബാൻഡും ശ്രദ്ധേയം. 10,000ങ്ങളെ ആവേശത്തിമിർപ്പിലാക്കി മണ്ണാർക്കാട് തെങ്കരപൂരം. നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ചിറക്കൽ കാളിദാസനും ഉൾപ്പെടെ 14 ഗജവീരന്മാർ അണിനിരന്നു. വൈകിട്ട് 3-ന് ശേഷം വേലയെഴുന്നള്ളിപ്പുകൾ നടന്നു. മൂത്താരുകാവിൽ നിന്നുള്ള ദേവസ്വം വേലയും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നുള്ള പടിഞ്ഞാറൻ വേല, വടക്കൻ വേല, കിഴക്കൻ വേല, തെക്കൻ വേല, കൊറ്റിയോട് വേല എന്നിവയും നഗരപ്രദക്ഷിണം നടത്തി വൈകിട്ട് 6-ന് മൂത്താരുകാവിലെത്തി പ്രദക്ഷിണം നടത്തി. ശേഷം ചുറ്റുവിളക്ക് തായമ്പകയും അത്താളൂർ ശിവന്റെ നേതൃത്വത്തിലുള്ള പഞ്ചാരിമേളവും അരങ്ങേറി. CCN മണ്ണാർക്കാട്. സംസ്ഥാന വാണിജ്യ വകുപ്പിന്റെയും പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ആഭിമുഖ്യത്തിൽ കോമ്പറ്റീഷൻ ലോ ആൻഡ് പബ്ലിക്
പ്രോക്യൂർമെന്റ് എന്ന വിഷയം ആസ്പദമാക്കി സെമിനാർ സംഘടിപ്പിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ വ്യവസായ ഓഫീസർ A സുനിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വനജ കുന്നംകുലത്ത് അധ്യക്ഷത വഹിച്ചു. തുടർന്ന് KN കൃഷ്ണകുമാർ കോമ്പറ്റീഷൻ ലോ ആൻഡ് പബ്ലിക് പ്രൊക്യൂർമെന്റ് എന്ന വിഷയത്തിൽ ക്ലാസുകൾ നയിച്ചു. CCN പെരിന്തൽമണ്ണ. 20ാമത് സംസ്ഥാന എക്സൈസ് കലാകായികമേള നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിൽ തേഞ്ഞിപ്പലം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ വെച്ച് നടക്കുമെന്ന് ഉത്തരമേഖല ജോയിന്റ് എക്സൈസ് കമ്മീഷണർ KS ഷാജി മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഈ ഔദ്യോഗിക കൃത്യ നിർവഹണത്തിലും മൂലമുള്ള ജീവനക്കാരുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിനും സർവീസിലുടനീളം കായികക്ഷമത നിലനിർത്തുന്നതിനും വേണ്ടിയാണ് ഒരു മാർഗമെന്ന നിലയിൽ ആണ് സംസ്ഥാന എക്സൈസ് കലാകായികമേള നടത്തുന്നത്. 2002 തിരുവനന്തപുരത്ത് ആരംഭിച്ച സംസ്ഥാന എക്സൈസ് കലാകായികമേള 19 മേളകൾ പിന്നിട്ട് 20ാമത്തെ മേളയാണ് മലപ്പുറത്ത് വെച്ച് നടക്കുന്നത്. അത് 2024 നവംബർ 30, ഡിസംബർ 1, 2 തീയതികളിലാണ് വിവിധ വേദികളിലായി നടക്കുന്നത്. 1-ാം തീയതി രാവിലെ മന്ത്രി MP രാജേഷ് മേള ഉദ്ഘാടനം ചെയ്യും. സമാപന പരിപാടിയിൽ മന്ത്രി V അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിക്കും. മലപ്പുറം ജില്ല ആദ്യമായാണ് സംസ്ഥാന എക്സൈസ് കലാകായികമേളയ്ക്ക് ആതിഥേയത്വം വഹിക്കുന്നത്. 3 ദിവസങ്ങളിലായി നടക്കുന്ന മത്സരങ്ങൾ 10 വേദികളിലായാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ആകെ 1461 മത്സരാർത്ഥികളാണ് കലാകായികമേളയിൽ മാറ്റുരയ്ക്കുക. വാർത്താ സമ്മേളനത്തിൽ മലപ്പുറം ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറായ KP മോഹൻ, സംഘാടക സമിതി ജനറൽ കൺവീനർ K സന്തോഷ് കുമാർ, സ്പോർട്സ് ഓഫീസർ KR അജയ്, പ്രോഗ്രാം കോർഡിനേറ്റർ R മോഹൻകുമാർ, ജോസ് എന്നിവർ പരിപാടികൾ വിശദീകരിച്ചു. CCN മലപ്പുറം. KNM മലപ്പുറം ഈസ്റ്റ് ജില്ലാ മദ്രസ സർഗമേള ഞായറാഴ്ച എടക്കര പാലാട് ഗൈഡൻസ് കോളേജ് ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 1200-ലധികം മദ്രസ വിദ്യാർത്ഥികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. മലപ്പുറം ഈസ്റ്റ് ജില്ലയിലെ 250-ലധികം മദ്രസകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ 17 കോംപ്ലക്സുകളിൽ നടന്ന മേഖലാ സർഗമേളകളിൽ വിജയിച്ചാണ് ജില്ലാ സർഗമേളയ്ക്ക് എത്തുന്നത്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 54 ഇനങ്ങളിലാണ് മത്സരങ്ങളുള്ളത്. കേരള നദ്വത്തുൽ മുജാഹിദീൻ മലപ്പുറം ഈസ്റ്റ് ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ 1200 വിദ്യാർത്ഥികളിലധികം പങ്കെടുക്കുന്ന സർഗമേള നടക്കുകയാണ്. 250-ലധികം മദ്രസകളും 17 മണ്ഡലങ്ങൾ കോംപ്ലക്സുകളിലുമായിട്ട് ആണ് ഈ 1200 വിദ്യാർത്ഥികൾ ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നത്. വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ഭാരവാഹികളായ E അബ്ദുറഹ്മാൻ, NC ഫൈസൽ എന്നിവർ പങ്കെടുത്തു. CCN മലപ്പുറം. CPIM പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനം നവംബർ 29, 30, ഡിസംബർ 1 തീയതികളിൽ ആനമങ്ങാട് നടക്കും. പൊതുസമ്മേളനം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. നവംബർ 29, 30 തീയതികളിലായി ആനമങ്ങാട് കസർ താജ് കൺവെൻഷൻ സെന്ററിൽ സീതാറാം യെച്ചൂരി നഗറിൽ പ്രതിനിധി സമ്മേളനം നടക്കും. 13 ലോക്കൽ കമ്മിറ്റികളിൽ നിന്നും 3120 പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 180 പ്രതിനിധികളും 18 ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ പങ്കെടുക്കും. പ്രതിനിധി സമ്മേളനം CPIM ജില്ലാ സെക്രട്ടറി PN മോഹൻദാസ് ഉദ്ഘാടനം ചെയ്യും. P ശ്രീരാമകൃഷ്ണൻ, V ശശികുമാർ, E ജയൻ, V രമേശൻ, PK അബ്ദുള്ള, നവാസ് തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡിസംബർ 1 വൈകിട്ട് 4 മണിക്ക് എടത്തറയിൽ നിന്നും റെഡ് വളണ്ടിയർ മാർച്ച്, ബഹുജന റാലി എന്നിവ ആരംഭിക്കും. കോടിയേരി ബാലകൃഷ്ണൻ നഗറിൽ വെച്ച് പൊതുസമ്മേളനം CPIM പൊളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി 5000 പ്രവർത്തകർ പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കും. വൈകുന്നേരം 4 മണിക്ക് പ്രകടനവും വളണ്ടിയർ മാർച്ചും ആരംഭിക്കും. അത് അരവങ്ങാട് UP സ്കൂളിൽ സമാപിക്കുമ്പോൾ ആ സമാപന സമ്മേളനത്തിൽ പാർട്ടിയുടെ പൊളിറ്റ് ബ്യൂറോ അംഗം സഖാവ് വിജയരാഘവൻ, അതുപോലെ തന്നെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സ്വരാജ്, അതുപോലെ പാർട്ടി ജില്ലാ സെക്രട്ടറി EN മോഹൻദാസ് തുടങ്ങിയ ആളുകളൊക്കെ സംസാരിക്കും. പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള ശ്രീരാമകൃഷ്ണ സഖാവും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ഈ പരിപാടികളിലാകെ പങ്കെടുക്കും. സ്വാഗത സംഘം ചെയർമാൻ EV ശങ്കരനാരായണൻ, സ്വാഗത സംഘം കൺവീനർ U അജയൻ, CPIM ജില്ലാ കമ്മിറ്റി അംഗം
ശ്യാം കെ പ്രസാദ്, ഏരിയ സെക്രട്ടറി ഇ രാജേഷ്, ഏരിയ സെന്റർ അംഗം ഗോവിന്ദപ്രസാദ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CCN പെരിന്തൽമണ്ണ. ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്നുവന്നിരുന്ന സി ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ ഖാദർ അലി പെരിന്തൽമണ്ണയും ഗ്രൂപ്പ് റണ്ണേഴ്സായ ASC അരീക്കോടും ബി ഡിവിഷനിലേക്ക് പ്രവേശിച്ചു. ആദ്യ മത്സരത്തിൽ YKS നടുവത്തും ഖാദർ അലി പെരിന്തൽമണ്ണയും ഓരോ ഗോൾ വീതം നേടിക്കൊണ്ട് സമനിലയിൽ പിരിഞ്ഞു. രണ്ടാമതു മത്സരത്തിൽ AMC പൂക്കോട്ടൂർ 1-3 ഗോളിന് വാഴക്കാടിനെ പരാജയപ്പെടുത്തി. ചടങ്ങിൽ ഖാദർ അലി ക്ലബ് പ്രസിഡന്റ് ചട്ടിപ്പാറ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് AK മുസ്തഫ ഉദ്ഘാടനം ചെയ്യുകയും വിജയികൾക്കുള്ള ട്രോഫി വിതരണം ചെയ്യുകയും ചെയ്തു. DFA വൈസ് പ്രസിഡന്റ് മനോജ്, ഇസ്മയിൽ വാഴക്കാട്, ഖാദർ അലി ക്ലബ് ട്രഷറർ മണ്ണിൽ ഹസൻ എന്നിവർ സംസാരിച്ചു. ഖാദർ അലി ക്ലബ് ജനറൽ സെക്രട്ടറി പച്ചിരി ഫാറൂഖ് സ്വാഗതവും DFA ജോയിന്റ് സെക്രട്ടറി മുനീർ തിരൂർക്കാട് നന്ദിയും പറഞ്ഞു. CCN പെരിന്തൽമണ്ണ. മലപ്പുറം ജില്ലാ കലോത്സവത്തിന് ആവേശത്തുടക്കം. ഓവറോൾ ചാമ്പ്യൻഷിപ്പിലേക്കുള്ള പോരാട്ടത്തിൽ ആദ്യ ദിനം 62 ഇനങ്ങൾ പൂർത്തിയായപ്പോൾ 140 പോയിന്റുമായി മലപ്പുറം ഉപജില്ലയാണ് മുന്നിൽ. കോട്ടയ്ക്കൽ രാജാസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കോട്ടൂർ AKM HSS എന്നിവിടങ്ങളിലാണ് 5 ദിവസത്തെ കലോത്സവം. രചനാ മത്സരങ്ങൾ ചൊവ്വാഴ്ച പൂർത്തിയായി. ബുധനാഴ്ച മുതൽ രാജാസിൽ മാത്രമാണ് മത്സരങ്ങൾ. CCN മലപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പാലക്കാട് ജില്ലാ സ്കൂൾ കലോത്സവത്തിൽ വേദി കീഴടക്കി കുച്ചിപ്പുടി മത്സരങ്ങൾ. മികച്ച പ്രകടനമാണ് ഓരോ മത്സരാർത്ഥികളും കാഴ്ചവച്ചത്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ മത്സരത്തിനൊടുവിൽ പാലക്കാട് മോയൻസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിയ വിനോദ് 1ാം സ്ഥാനം നേടി. ശ്രീകൃഷ്ണപുരത്ത് നടക്കുന്ന പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവത്തിലെ വട്ടപ്പാട്ടു മത്സരം കാണികൾക്ക് വേറിട്ട അനുഭവമായി. കോട്ടോപ്പാടം കല്ലടി അബ്ദുഹാജി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1ാം സ്ഥാനം നേടി. പാണ്ടിമേളവും ബാൻഡും ശ്രദ്ധേയം. 10,000ങ്ങളെ ആവേശത്തിമിർപ്പിലാക്കി മണ്ണാർക്കാട് തെങ്കര പൂരം. നന്ദിലത്ത് ഗോപാലകൃഷ്ണനും ചിറക്കൽ കാളിദാസനും ഉൾപ്പെടെ 14 ഗജവീരന്മാർ അണിനിരന്നു. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ, SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്, മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. Mother Care Hospital, providing care with kindness.